പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ 6 മാസത്തോളം യൂറോപ്യൻ രാജ്യങ്ങളിൽ വചനപ്രഘോഷണമായിരുന്നു. നിങ്ങൾ അതിന്റെ യൂട്യൂബിലൂടെ, എന്റെ യൂട്യൂബിലൂടെയും അതുപോലെ ഷെക്കീന ടെലിവിഷനിലും ഒക്കെ കണ്ടു കാണും. ഞാൻ വാസ്തവത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് വരാനായിട്ട് നവംബർ 1-ാം തീയതി ആയിരുന്നു. എന്നാൽ 15-ാം തീയതിക്ക് മാറ്റിവെച്ചു. അതിനുള്ള കാരണം ഞാൻ പറയുകയാണ്. ഞാനെല്ലാം പാക്ക് ചെയ്തിരിക്കുമ്പോൾ ഒരു ആർച്ച് ബിഷപ്പ് ഫ്രാൻസിൽ എന്നോട് വിളിച്ചു. അച്ഛാ, ഒരു വലിയ ഉപകാരം ചെയ്യാമോ? ഞാൻ ചോദിച്ചു, എന്താ പിതാവേ? ഞാൻ നല്ലോണം അറിയുന്ന ഒരു ആർച്ച് ബിഷപ്പ്. ഞാൻ അച്ഛന്റെ കൂടെ വരാം. അച്ഛൻ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കാമെന്ന് എനിക്കറിയാം. ഫ്രാൻസിലെയും ധ്യാനങ്ങളെല്ലാം കഴിഞ്ഞു. എന്നൊരു അത്യാവശ്യം. ഞാൻ ചോദിച്ചു, എവിടെ പോകാനാ? അത് ക്യൂബക് എന്ന് പറയുന്ന രാജ്യത്ത്. നിങ്ങൾക്കറിയാം, കാനഡയുടെ അങ്ങേയറ്റം ഒരു ഫ്രാൻസിന്റെ ഒരു പ്രത്യേക പ്രവിശ്യയും കൂടിയാണ്. ആ രാഷ്ട്രം, ആ പ്രദേശം മുഴുവൻ കത്തോലിക്കരായിരുന്നു. 99% ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. അവിടെ ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, പിതാവേ, അങ്ങോട്ട് എന്തിനാ ഇപ്പൊ പോകുന്നത്? ഞാൻ കേട്ടു അവിടുത്തെ ക്രിസ്തീയ സഭയെല്ലാം നശിച്ചു കിടക്കുകയാണ് എന്ന്. അപ്പോൾ പറഞ്ഞു, ശരിയാണ് അച്ഛാ, ഞാൻ അച്ഛനെ കൊണ്ടുവന്ന് വെറുതെ വേണ്ടിയല്ല. അവിടുത്തെ വൈദികർ പലരും ആത്മഹത്യ ചെയ്യുന്നു. അടുത്തവരുടെയിൽ 16 പേർ ആത്മഹത്യ ചെയ്തു. അതിന് കാരണം നിരാശ. കാരണം ഗവൺമെന്റ് സെക്യുലറാണ്, ഭൗമികമാണ്. അവര് കുർബാനകൾ അനുവദിക്കുന്നില്ല, ആരാധന അനുവദിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കുന്നില്ല, ഒരു കുരിശുരൂപം കൈപ്പിടിക്കാൻ അനുവദിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എന്തിനു വൈദികരാകുന്നു എന്നുള്ള നിരാശ വന്ന് ചെറുപ്പക്കാർ പോലും അപ്രകാരം മരിക്കുന്നു. അച്ഛൻ വന്ന് അച്ഛനെ ഈ വീൽ ചെയറിലിരുന്ന് സംസാരിക്കണ്ട, കണ്ടാ മതി, അവർക്കൊരു ധൈര്യം കിട്ടും. അവിടെ ആ നിരാശ മാറും. അച്ഛന് 80-ാം വയസ്സിൽ ഈ രോഗമെല്ലാം പേറിക്കൊണ്ട് രാജ്യങ്ങൾ ചുറ്റുന്നത് കാണുന്നത് തന്നെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും. അച്ഛൻ ഒന്നൊന്നും പേടിക്കണ്ട, ഞാൻ പ്രത്യേക ജെറ്റ് എടുത്ത് അച്ഛനെ കൊണ്ടുപോയിക്കോളാം. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഈശോയോട് ചോദിക്കാതെ സാധാരണ ഒന്നും ചെയ്യാറില്ല, ചെറിയ കാര്യം പോലും. പോകണമോ? കാരണം എന്റെ ടിക്കറ്റ് റെഡിയായിട്ടിരിക്കുന്നു, ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നു. അതൊരു പ്രശ്നമല്ല. പക്ഷേ ഇത്ര റിസ്ക്കുള്ള ഒരു സ്ഥലത്തേക്ക് പോയാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, പോകൂ. എവിടെയും പ്രസംഗിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഞാൻ തന്നെ പറയും വേണ്ടാന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും പോകുക. ഇത് ആദ്യം പോലെ കേൾക്കുന്നതാണ്. ഹല്ലേലൂയ. ഒരിക്കലും എടുത്ത കാല് പിൻവലിക്കാൻ അവൻ പറയില്ല. അപ്പോൾ പിതാവ് പറഞ്ഞു, നൈജീരിയ, കോങ്കോയിലെ കുറെ അച്ഛന്മാർ വരും. കാരണം ഞാൻ പോളണ്ടിൽ അച്ഛന്മാർക്കൊരു വലിയ ധ്യാനം കൊടുത്തു. അതില് ഈ പറഞ്ഞ കുബക്കിൽ നിന്നൊരു അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതെല്ലാം പറഞ്ഞ് സജ്ജീകരിച്ചത്. ഏതായാലും ഞാൻ പോയി. ഞാൻ പറയുകയാണ്, ആ പ്രത്യേക പ്രവിശ്യ, അതായത് ഫ്രാൻസിന്റെ അതുപോലെ കാനഡയുടെയും അവിടെ ഇത്രയും ക്രിസ്ത്യാനികൾ, കത്തോലിക്കുണ്ടാകുന്ന സ്ഥലത്ത് ഇസ്ലാം, ഹിന്ദുയിസം, അതുപോലെ തന്നെ മറ്റ് മതങ്ങൾ അവരുടെ പഠനങ്ങൾ വന്ന് ക്രിസ്തീയതയെ അങ്ങ് നശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, വേദനയുണ്ട്. അവിടുത്തെ ആധ്യാത്മികത മുഴുവൻ നവയുഗ ആധ്യാത്മികതയാണ്. പരിശുദ്ധാത്മാവിനെപ്പറ്റി അവർക്ക് അറിയത്തുപോലുമില്ല. ജനങ്ങൾ പള്ളിയിലോ പോകാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അത് നിരാശയിൽ കഴിയുന്നു. അപ്പൊ ഞാന് മെത്രാന്മാരോട് 5-6 മെത്രാന്മാരുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് അവരെ ഒന്ന് ആശ്വസിപ്പിച്ചുകൂടാ? ഈ അച്ഛന്മാരെ നിരാശപ്പെടുത്താതെ, അവിടെ ജോലി അവർക്കില്ല, നിരാശയുണ്ടെങ്കിൽ ഫ്രാൻസിലോ എവിടെയെങ്കിലും ഫ്രഞ്ച് സംസാരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. അവർ നാട് വിടാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ വേറെയാണ് മനസ്സിലായത്. കാരണം ഈ മെത്രാന്മാരൊക്കെ, ഒരു മേലധ്യക്ഷന്മാരൊക്കെ ഒരു നിഷ്പക്ഷത, മനോഷ്ണത, അവരെ ഒരു ജീവിപ്പിക്കാനായിട്ട് പരിശ്രമിപ്പിക്കുന്നില്ല. അവരെ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അവരവരുടെ സുഖവുമായിട്ട് അവരുടെ രാജകൊട്ടാരം പോലുള്ള അരമനയിലും ഒക്കെ ജീവിക്കുകയാണ്. ഇവരുടെ വേദന അറിയുന്നില്ല ജനങ്ങളുടെ. അതുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഈ വൈദികർക്ക്
സങ്കടം, നിരാശ, മുറിവ് ഈ ഉണ്ടായിരുന്ന മെത്രാന്മാരുടെ മുമ്പിൽ വെച്ച് അവിടെ വന്ന 63 വൈദികരിൽ പലരും ചൂണ്ടിക്കാണിച്ചു. എന്റെ പിതാക്കന്മാരെ അല്പം സ്നേഹം ഞങ്ങൾക്ക് തന്നാൽ, ജനങ്ങൾക്ക് അല്പം സ്നേഹം തന്നാൽ ഇവിടെ സഭ ഇനിയും വളരും. അത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പ്രസംഗിക്കേണ്ടി വന്നില്ല. ഞാൻ എന്റെ ജീവിതം ഞാൻ പങ്കുവെച്ച് സംസാരിച്ചു. അതായത് എങ്ങനെയാണ് ധൈര്യപൂർവ്വം മരിക്കേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, എനിക്ക് 80 വയസ്സായെങ്കിലും എനിക്ക് ശാരീരികമായ എല്ലാ വേദനകളും ഉണ്ടായിട്ടും ഈ യാത്ര ബുദ്ധിമുട്ടായിട്ടും ഞാൻ പരിശുദ്ധാത്മാവിന്റെ തീക്ഷ്ണതയിലാണ് പോകുന്നത്, ആത്മാവിന്റെ സന്തോഷത്തിലാണ് പോകുന്നത്. അത് ഞാൻ അവരുമായിട്ട് പങ്കുവച്ചു. അവർക്ക് വലിയ സന്തോഷമായിരുന്നു. പലരും പറഞ്ഞു, ഞാൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങൾക്കൊരു ഉണർവ് തന്നു, അച്ഛൻ ഞങ്ങൾക്കൊരു പ്രോത്സാഹനം തന്നു. ഇത് തന്നെയായിരുന്നു ഈ മെത്രാപ്പോലീത്ത എന്നെ കൊണ്ടുപോകാനും കാരണം. എന്നെ കാണുമ്പം ഒരു സന്തോഷം ഉണ്ടാകാൻ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്തിനു പറയുന്നു നിങ്ങൾ ചോദിക്കും. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലും അടുത്തൊരു കാലത്ത് എത്ര വൈദികരാണ് ആത്മഹത്യ ചെയ്തത്? ഒന്ന് ചിന്തിക്കൂ. പല പല കാരണങ്ങൾ മീഡിയ പറയും. സ്ത്രീകളുമായി ബന്ധമാണ്, പണബന്ധമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അച്ഛനെ കുറ്റം പറയും. എന്നാൽ ഇന്ന് കേരളത്തിൽ പല വൈദികരും ഇതുപോലെ ശ്വാസം മുട്ടി കഴിയുന്നുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എനിക്ക് പല അച്ഛന്മാരെ അറിയാം. നിങ്ങൾക്കറിയാമല്ലോ, 52 വർഷമായി ഞാൻ ധ്യാനഗുരുവാണ്. കേരളത്തിലെ എല്ലാവരും മൊത്തം ആദ്യം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കരിസ്മാറ്റിക് ഒക്കെ കേൾക്കുന്ന എന്റെ വായിൽ നിന്നാണ്. അവരൊക്കെ പലരും മൺമറഞ്ഞു പോയി. എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്കറിയാം. പ്രിയപ്പെട്ടവരെ, പലരുമായിട്ടും എനിക്ക് എഴുത്തുകുത്ത് വഴിയും ഇമെയിൽ വഴിയെല്ലാം ബന്ധം എന്നെ വിളിക്കും. ഞാനിവിടെ വരുമ്പോൾ എന്നെ കാണാറുമുണ്ട്. പലരും നിരാശയിലാണ് കഴിയുന്നത്. ഇന്നത്തെ ഈ തണുപ്പും മനോഭാവം, തിരിച്ചുവരെ ഈ അടിപിടിയും വഴക്കും കുർബാനയെ ചൊല്ലിയുള്ളതെല്ലാം അത് ചെറുപ്പക്കാരായ പലർക്കും എല്ലായിടത്തും ഉണ്ട്, എല്ലാ രൂപതയിലും. ഞാനതിനെ ഒരു രൂപതയ്ക്ക് വേണ്ടി മാത്രമല്ല. നിരാശ വലിയൊരു പാപമാണ്. നമുക്കറിയാതെ പിശാചിന്റെ പ്രോഡക്റ്റാണെന്ന് പറയാം. പ്രത്യാശയാണ് കർത്താവ് തരേണ്ടത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, പ്രിയ ജനമേ, ഈ തർക്കവും വഴക്കും എല്ലാം ഒന്ന് അവസാനിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ വീട് വിട്ടിറങ്ങിയ വൈദികർക്ക് അല്പം പ്രത്യാശ കൊടുക്കണമേ. അതുപോലെ തന്നെ പ്രിയ മെത്രാന്മാരെ, അവരെ ഒന്ന് മനസ്സിലാക്കൂ, അവർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കൂ, അവരെ മനസ്സിലാക്കുക. അതാണ് ആദ്യം ആവശ്യം. അവർക്ക് ഉള്ള നിരാശ സങ്കടം ഒന്ന് കേൾക്ക്. ഈ 63 പേരെ ഞാനിരുന്ന് കേട്ടു. എനിക്കൊന്നും പറയാനില്ലായിരുന്നു, കേട്ടതേ ഉള്ളൂ. കാരണം എനിക്ക് അവരുടെ ഭാഷ അറിയത്തില്ല. ട്രാൻസ്ലേറ്റർ, തർജ്ജമക്കാരനുണ്ടെങ്കിലും കേട്ടു, പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എന്ത് സന്തോഷമായിരുന്നറിയാവോ? നൃത്തം ചെയ്ത് അവർ പാട്ട് പാടി ഹല്ലേലൂയ കുർബാന കഴിഞ്ഞപ്പോൾ. ഞാനിതൊക്കെ പറയാൻ കാരണം, ഒരു വലിയ നിരാശ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിലും വൈദികരുടെ ഇടയിലും കണിശമായിട്ട് മെത്രാന്മാരുടെ ഉണ്ടെന്ന് എനിക്കറിയാം പറയില്ലെങ്കിലും. പ്രത്യാശ നഷ്ടപ്പെട്ടതാണ് നിരാശ. അത് പിശാചാണ്. ഈ പിശാചിനെ പുറത്താക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ വിളിച്ച് യേശുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട്. നമുക്ക് കേരളത്തിൽ പലർക്കും ഭയം. അടുത്ത ഗവൺമെന്റ് എന്തായിരിക്കും, വന്നാലത്തെ സ്ഥിതി എന്തായിരിക്കും, അതേപ്പറ്റിയുള്ള ആകുലത, നിരാശകൾ പലർക്കുമുണ്ട്. ഏത് വന്നാലും, ഞാൻ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഏത് ഗവൺമെന്റ് വന്നാലും നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഗുണമൊന്നും ചെയ്യാൻ പോകുന്നില്ല. കണിശമായിട്ടും നമുക്ക് കൂടുതൽ പീഡനങ്ങളെ ഉണ്ടാകും. ഇത് വ്യക്തമായിട്ട് ഇവിടെയുള്ളവർക്കെല്ലാം അറിയാം. അതിനൊന്ന് ചേർത്ത് നിൽക്കുവാൻ ഒന്നാകുന്ന കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു. പരസ്പര സ്നേഹത്തിലും സന്തോഷത്തിലും പങ്കുവച്ചുള്ളൊരു ജീവിതം. ഈ ബ്രഹ്മാണ്ഡമായ പള്ളിപണിയും അതുപോലെ തന്നെ ഈ സ്ഥാപനമൊക്കെ ഉണ്ടാക്കലൊക്കെ നിർത്തിയിട്ട് നമുക്ക് ജനങ്ങളെ കൊണ്ട് ഒരു സഭ കെട്ടിപ്പടുത്ത് ഉയർത്തണം. അപ്പോൾ അവർക്ക് സേവനം ചെയ്യുവാനായിട്ട് അച്ഛന്മാർക്ക് കഴിയും. ആത്മഹത്യക്ക് പോവുകയില്ല, ഒരു വിശാൽ കൊല്ലപ്പെട്ടേക്കാം, അവർ ഒരു പക്ഷെങ്കിൽ രക്തസാക്ഷികളായേക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് തയ്യാറാക്കണം. കണിശമായിട്ടും ഏറെ പേർ
രക്തസാക്ഷികളാകേണ്ട സമയം അടുത്തിരിക്കുകയാണ്. മറ്റ് നൈജീരിയയിലോ കോങ്കോയിലോ ഒക്കെ സംഭവിക്കുന്ന പോലെ അതിനൊരുക്കണം. അതിനു പകരം അത് രാഷ്ട്രീയ പാർട്ടികളെ പിടിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങളാണ് നമുക്ക് പണമുണ്ടാക്കുന്നത്, സ്ഥാനമുണ്ടാക്കുന്നത്. അതൊക്കെ ഒന്ന് നിർത്താം. നമുക്ക് ഈശോയുടെ മാർഗത്തിലൂടെ ഈശോയുടെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയക്കാരി നമുക്കൊരു നന്മയും പ്രതീക്ഷിക്കാൻ ഇല്ല എന്ന് ഞാൻ പറയുന്നു. അല്പസമയത്തിന് പ്രീതിപ്പെടുത്താൻ ഒരു വിഷയെങ്കിൽ ചിലതൊക്കെ ചെയ്തു കുട്ടിയേക്കാം. ഒരു ബിഷപ്പിന് കേക്ക് കൊടുത്തോണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബിഷപ്പ് കോൺഫറൻസിന് കേക്ക് കൊടുത്തു. അതൊക്കെ ചുമ്മാ പുറമേ ഉള്ള പൂച്ചാണ്. അത് നമുക്കറിയാം. നമുക്ക് എതിരായിട്ടുള്ള ശത്രുക്കൾ ചില അജണ്ടകൾ ഉണ്ട്, ചില തീരുമാനങ്ങളുണ്ട് നമ്മളെ നശിപ്പിക്കാൻ. ഇതിവിടെ മാത്രമല്ല, ലോകം മുഴുവൻ. അതായത് ഞാൻ ഒരു വീഡിയോ പറഞ്ഞ പോലെ യഹോവയായ ദൈവത്തിൽ വിശ്വസിക്കുന്ന യഹൂദരെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കാൻ ഒരു വലിയ ശ്രമം ലോകം മുഴുവൻ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അത് കൂടുതൽ ഇവിടെ സംഭവിക്കാൻ നമ്മൾ വെറും മൈനോറിറ്റി, നമ്മൾ കുറച്ചേ ഉള്ളൂ, വെറും 2%. മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് അതുകൊണ്ട് ഒത്തൊരുമിച്ച് ഞാൻ പറയുന്നു, ധൈര്യമുള്ളവരായി മുന്നോട്ട് പോകാം. പരസ്പരം കുറ്റം പറയാതെ, ആരെയും പഴിക്കാതെയും. നമ്മൾ അച്ഛന്മാരും മെത്രാന്മാരും കന്യാസികളും എല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് അത് സ്നേഹത്തിൽ പരസ്പരം പങ്കുവച്ച് ധൈര്യപ്പെടുത്തി നിരാശപ്പെടുത്താതെ മുന്നോട്ട് പോകാം. ഇതൊക്കെയാണ് അത് ക്യൂബക്കിലെ ധ്യാനത്തിന്റെ അവസാന ദിവസം ഏതാനും പേര്, ഒരു പക്ഷേ 150 പേരുടെ ഒരു കൺവെൻഷൻ അഥവാ ധ്യാനം ഒറ്റ ദിവസം. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയേ ഉള്ളെങ്കിലും നിരാശയ്ക്ക് വശം വരുതാകരുത്. നിങ്ങൾ അത് രക്തസാക്ഷികളാകാനായിട്ട് റെഡിയാവും. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാം ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇത് പറഞ്ഞതിന് വേറൊരു കാര്യം, അതെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ. ഇപ്രകാരം പീഡിപ്പിക്കപ്പെടുന്ന ലോകത്തിലെ എല്ലാ സഭകൾക്കും വേണ്ടി എന്നും ആ ക്രൂശിതന്റെ അടുക്കൽ ചെന്ന്, അല്ലെങ്കിൽ ആ വിശുദ്ധ കുർബാന സന്നിധിയിൽ ചെന്ന് ഇപ്രകാരം പീഡിപ്പിക്കപ്പെടുന്നവരെ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ധൈര്യം കിട്ടാൻ, യേശുവിൽ ഒരുപക്ഷെ രക്തസാക്ഷിയാകുവാനായി ധൈര്യപൂർവ്വം വിശ്വാസം ത്യജിക്കാതെ മുന്നോട്ട് പോകുവാൻ പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാനും ഒരു വൃദ്ധ വൈദികനാണല്ലോ, എനിക്കും ധൈര്യം വേണം മുന്നോട്ട് പോകാൻ. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.